നമസ്കാരം. പ്രധാന വാർത്തകൾ. വിജയദശമി ദിനമായ ബുധനാഴ്ച വാഗ്ദേവതയുടെ വരപ്രസാദം തേടി ആയിരങ്ങൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. കൊച്ചി മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊച്ചി മെട്രോ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഗരത്തിലും പരിസരങ്ങളിലും തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധിച്ച് INC കാസർഗോഡ് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കുന്ന് KSEB ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. 33ാം സാർവജനിക ശ്രീ ശാരദാ മഹോത്സവം വിവിധ കാര്യപരിപാടികളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 9 ദിവസമായി നടന്നുവരുന്ന നവരാത്രി ഉത്സവത്തിന് പരിസമാപ്തിയായി. വിജയദശമി ദിവസമായ ബുധനാഴ്ച വാഗ്ദേവതയുടെ വരപ്രസാദം തേടി ലക്ഷക്കണക്കിന് വിരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. സരസ്വതി പൂജയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ദർശനത്തിനുമായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്. കാസർഗോഡ് മല്ലം ശ്രീ ദുർഗാ പരമേശ്വര ക്ഷേത്രം, കൊറക്കോട്ട് ആര്യകാർത്യായനി ദേവി ക്ഷേത്രം, ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷിമർദിനി ക്ഷേത്രം, പുലിക്കുന്ന് ശ്രീ ജഗദാംബ ദേവി ക്ഷേത്രം, ദേളി തായത്തൊട്ടി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം, കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മാരിയമ്മൻ ക്ഷേത്രം തുടങ്ങിയവിടങ്ങളിൽ ആയിരങ്ങളാണ് ആദ്യാക്ഷരം കുറിച്ചത്. നീലേശ്വരം ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിലും കുരുന്നുകളെ എഴുത്തിനിരുത്താൻ നിരവധി പേർ എത്തി. ആചാര്യന്മാർ കുരുന്നുകളുടെ നാവിൽ സ്വർണം കൊണ്ട് ആദ്യാക്ഷരം കുറിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയ തളികയിൽ അരിയിൽ കുരുന്നുകളുടെ ഇളം വിരലുകൾ കൊണ്ട് ഹരിശ്രീ ഗണപതായ നമ എന്ന് അക്ഷരമന്ത്രം ആവർത്തിച്ചു. പാരമ്പര്യ എഴുത്താശാന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, സാംസ്കാരിക നായകന്മാർ, കലാകാരന്മാർ എന്നിവരാണ് എഴുത്തിനു നേതൃത്വം നൽകിയത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാവ്, പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, തിരൂർ തുഞ്ചൻ പറമ്പ്, ഐരാണിമുട്ടം എന്നിവിടങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ 4 നട തുറന്നു. അതോടെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് നവാന്ന പ്രാശന കർമ്മം വരെ സരസ്വതി മണ്ഡപത്തിനകത്തും പുറത്തും എഴുത്തിനിരുത്തൽ തുടർന്നു. ചൊവ്വാഴ്ചയായിരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രഥോത്സവം. താന്ത്രിക പ്രാധാന്യമായ ചടങ്ങുകൾക്കൊടുവിൽ വൈകിട്ട് 6 മണിയോടെ എഴുന്നള്ളത്തിന് ദേവി വിഗ്രഹം വഹിച്ച് അർച്ചകരുടെ അകമ്പടിയോടെ മുഖ്യതന്ത്രി ശ്രീകോവിൽ വിട്ടു പുറത്തിറങ്ങി. പിന്നീട് ചുറ്റമ്പലത്തിലെ ധ്വജമണ്ഡപത്തിന് സമീപം ഹ്രസ്വമായ ചടങ്ങുകൾ നടന്നു. തുടർന്നായിരുന്നു ദേവിയുടെ രഥാരോഹണം. ചുറ്റമ്പലത്തിലെ രഥവീതിയിൽ പ്രദക്ഷിണം പൂർത്തിയാക്കി 7 മണിയോടെ പൂർണ്ണ കുംഭാഭിഷേകം നടന്നു. കൊച്ചി മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശ്രീധരന്റെ മേൽനോട്ടത്തിൽ തന്നെയാവും പദ്ധതി പൂർത്തിയാക്കുക. കരാറായാൽ 3 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീധരനുമായി ക്ലിഫ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയും DMRCക്ക് തന്നെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ DMRCക്ക് തന്നെ നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥുമായി മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ചയിൽ ഉന്നയിക്കും. കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന് മുഖ്യമന്ത്രി അടുത്ത ദിവസം ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതുമായി ചർച്ച നടത്തുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊച്ചി മെട്രോ പദ്ധതിയുടെ അനുബന്ധ ജോലികൾ 9 മാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മെട്രോ പദ്ധതി DMRCയെ ഏൽപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നതാണ്.
ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി ബോർഡ് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കുറ്റിപ്പുറം കുറ്റപ്പെടുത്തി. നഗരത്തിലും പരിസരങ്ങളിലും തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധിച്ച് INL കാസർഗോഡ് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കുന്ന് KSEB ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, വൈദ്യുതി മന്ത്രി ആര്യാട് മുഹമ്മദ് കാസർഗോഡ് വന്നു. ആര്യാട് മുഹമ്മദ് കാസർഗോഡ് വന്നപ്പോൾ നമ്മുടെ MLA നിഴൽ പോലെ പിന്തുടർന്നു. എന്നിട്ട് ഫോട്ടോ എടുത്തു, പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന കൊടുത്തതല്ലാതെ കാസർഗോട്ടെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം പോലും ബഹുമാനപ്പെട്ട വിദ്യുത് വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണ്. ദിവസവും നിരന്തരം അപ്രഖ്യാപിത പവർ കട്ടാണ് ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം ഇരുട്ടിൽ കഴിയുന്ന ജനങ്ങൾ ഇതിനെതിരെ പരാതി പറഞ്ഞാൽ മാന്യമായി മറുപടി ലഭിക്കുന്നില്ല. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുമില്ല. ഇത് തുടർന്നാൽ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി വൈദ്യുതി സെക്ഷൻ ഓഫീസുകൾ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമരത്തിന് INL നേതൃത്വം നൽകുമെന്ന് അസീസ് കടപ്പുറം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ ഹാജി ചാല അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CMA ജലീൽ സ്വാഗതം പറഞ്ഞു. മുസ്തഫ തോരവളപ്പ്, ഹൈദർ കുളങ്കര, ഖലീൽ എരിയാൽ, മൗലവി അബ്ദുള്ള, VM അബൂബക്കർ ഖാദിരി, TM ഹംസ, MA മുഹമ്മദ് ഹാജി കോളിയാട്, അബ്ദുറഹ്മാൻ ഹാജി പട്ല, സക്കറിയ കുറ്റിക്കോൽ, അഷ്റഫ് തളങ്കര, റസാഖ് ഏരിയാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹനീഫ് എരിയപ്പാടി നന്ദി പറഞ്ഞു. സംസ്ഥാനത്ത് വിദ്യാരംഭ ചടങ്ങുകൾ വിപുലമായി ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആശ്രമങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തുഞ്ചൻ പറമ്പ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം, പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക, കോഴിക്കോട് മഹാശിവക്ഷേത്രം, ചേർപ്പ് ക്ഷേത്രം എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും ചടങ്ങുകൾ നടന്നത്. തുഞ്ചൻ പറമ്പിൽ MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. C രാധാകൃഷ്ണൻ, KP രാമനുണ്ണി, ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു തുടങ്ങിയ സാഹിത്യ കലാകാരന്മാർ ആദ്യാക്ഷരങ്ങൾ പകർന്നു. 33ാം സാർവജനിക ശ്രീ ശാരദാ മഹോത്സവം 5 ദിവസങ്ങളിലായി ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് വെച്ച് വിവിധ കാര്യപരിപാടികളോടെ ആഘോഷിച്ചു. വാണീശ്വരി ദേവി വാഗീശ്വരി സുഗമ സംഗീതം തീർക്കും സുമഹാസിനി. വാണീശ്വരി ദേവി വാഗീശ്വരി സുഗമ സംഗീതം തീർക്കും സുമഹാസിനി. കുങ്കുമപ്പൊടി വിജയദശമി ദിവസമായ ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ആയിരക്കണക്കിന് കുരുന്നുകളുടെ വിദ്യാരംഭം കുറിച്ചു. 9 മണിക്ക് ഐശ്വര്യ അഭിവൃദ്ധി പൂജയും 12 മണിക്ക് ഐശ്വര്യ അഭിവൃദ്ധി മഹാപൂജയും 2 മണിക്ക് നിമഞ്ജനം പൂജയും നടന്നു. തുടർന്ന് 3 മണിക്ക് ശോഭായാത്രയായി ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് കോട്ടശ്ശേരി കുന്നുമ്മൽ, കോട്ടശ്ശേരി ട്രാഫിക് ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ്, പുതിയകോട്ട വഴി ഹോസ്ദുർഗ് ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ശ്രീ ശാരദാദേവി വിഗ്രഹം നിമഞ്ജനം ചെയ്തു.
കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ അധ്യക്ഷയായിരുന്നു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980 വാർത്തകൾ തുടരുന്നു. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ പുലിവേഷമിറങ്ങി. അലങ്കാര മത്സ്യ പ്രദർശനവും പെറ്റ് ഷോയും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് PB ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. നിരവധി അലങ്കാര മത്സ്യങ്ങൾ, പുറം രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത മത്സ്യങ്ങൾ, ആരോണ, ക്ലൗ നൈഫ്, ഷവർ നോസ്, ക്യാറ്റ് ഷിഫ്, അലിഗേറ്റർ, പിരാന, ഡോഗ് ക്യാറ്റ് ഫിഷ് തുടങ്ങിയവയും, അലങ്കാര കോഴികൾ, കാപ്പിലക്കാള, ജമിനി പ്യാരി ആട്, 4 കൊമ്പുള്ള ആട്, ഗ്രേ പാരറ്റ്, ഗോൾഡൻ പെഡന്റ്, സിൽവർ പെഡന്റ്, ലേഡി ഹാമർ, മുയലുകൾ, വിവിധയിനം നായ്ക്കൾ, ഗ്രേ ഡെയിൻ, ജർമ്മൻ ഷെപ്പേർഡ്, റൂട്ട് വില്ലൻ തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കും 2 നിലയിലുള്ള മരണക്കിണറിൽ നിന്നുള്ള സാഹസിക പ്രകടനങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. കാസർഗോട്ടെ KCB ജീവനക്കാരൻ നീലേശ്വരത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചു. കൂടെയുണ്ടായിരുന്ന സഹോദരന് സാരമായി പരിക്കേറ്റു. KCB കാസർഗോഡ് സെക്ഷനിലെ മസ്ദൂർ തൊഴിലാളി ചെറുവത്തൂർ കുട്ടമത്തെ രതീഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കരുവാച്ചേരി വളവിലാണ് അപകടം. ചെറുവത്തൂർ ഭാഗത്തേക്ക് രതീഷ് ബൈക്ക് ഓടിച്ചു പോകവെ എതിരെ വന്ന ചരക്ക് ലോറിയുമായി ഇടിക്കുകയായിരുന്നു. ആലാമിപ്പള്ളി കല്ലംചിറ പതിക്കാൽ ശ്രീ അച്ചിമേലുലമ ദേവാലയ കളിയാട്ട മഹോത്സവം ഒക്ടോബർ 28, 29 ദിവസങ്ങളിൽ കൊണ്ടാടുവാൻ തീരുമാനിച്ചു. സർവ്വ ഐശ്വര്യങ്ങളുടെയും മൂർത്തിഭാവമായ ശ്രീ അച്ചിലോലമ്മയുടെ പുറപ്പാട്, ബ്രഹ്മമൂർത്തിയുടെ പുറപ്പാട്, ഗുളികൻ പുറപ്പാട് എന്നിവയും കെട്ടിയാടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയദശമി ദിനമായ ബുധനാഴ്ച വാഗ്ദേവതയുടെ വരപ്രസാദം തേടി ആയിരങ്ങൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. കൊച്ചി മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊച്ചി മെട്രോ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നഗരത്തിലും പരിസരങ്ങളിലും തുടരുന്ന അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധിച്ച് INC കാസർഗോഡ് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കുന്ന് KCB ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. 33ാം സാർവജനിക ശ്രീ ശാരദാ മഹോത്സവം വിവിധ കാര്യപരിപാടികളോടെ ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.